നമസ്കാരം. ഞാൻ ഡോക്ടർ ഗിരിജ, പരബ്രഹ്മ ഹോസ്പിറ്റൽ ഗൈനക്കോളജിസ്റ്റാണ്. ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഇത്തരം വേദികളിൽ അധികം ആരും പറയുവാൻ ഇഷ്ടപ്പെടാത്ത ഒരു വിഷയത്തെക്കുറിച്ചാണ്. ഗർഭഛിദ്രം. ഞാൻ ഉദ്ദേശിക്കുന്നത് നിയമാനുസൃതവും സുരക്ഷിതവുമായി ചെയ്യുന്ന അബോർഷനെ കുറിച്ചാണ്. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്നാണ്. ഒരു കാര്യം അറിയേണ്ടത്, നമ്മളുടെ രാജ്യം സ്ത്രീകൾക്ക് കൊടുത്തിരിക്കുന്ന ഒരു അവകാശമാണ് ഈ MTP. അതിനായി പ്രത്യേക നിയമനിർമ്മാണം തന്നെ നമ്മളുടെ നാട്ടിലുണ്ട്. ആ നിയമം അനുസരിച്ച് ഏത് ഘട്ടത്തിലും 24 ആഴ്ച വരെ സ്ത്രീക്ക് ഗർഭഛിദ്രത്തിന് അനുവാദമുണ്ട്. അത് ഓരോ ഘട്ടത്തിലും വ്യത്യസ്തമായ മാർഗങ്ങളും വ്യത്യസ്തമായ നിബന്ധനകളുമാണെന്നേ ഉള്ളൂ. ഒന്നറിയേണ്ടത്, ഒരു സ്ത്രീ ഒരിക്കലും ഗർഭഛിദ്രം ആഗ്രഹിക്കുന്നില്ല. പക്ഷേ വളരെ അനിവാര്യമായ ഘട്ടത്തിൽ അവൾക്കത് ചിലപ്പോൾ ചെയ്യേണ്ടി വരും. അത് ചിലപ്പോൾ ഈ ഗർഭകാലം മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട് അവളുടെ ജീവന് തന്നെ ഭീഷണി ഉണ്ടെന്നോ, അല്ലെങ്കിൽ ശാരീരികവും മാനസികവുമായ ആരോഗ്യം മോശമാകുമെന്ന് കണ്ടാലോ, ഗർഭത്തിലുള്ള കുട്ടി ഒരു അംഗവൈകല്യമുള്ള കുഞ്ഞായി ജനിക്കാനും വളരാനും സാധ്യതയുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നാലോ, അല്ലെങ്കിൽ അവൾ ഉപയോഗിച്ച ഗർഭനിരോധന മാർഗങ്ങൾ ചിലപ്പോൾ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിലോ, ഇനി ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അവളുടെ താല്പര്യപ്രകാരമോ ഇഷ്ടപ്രകാരമോ അല്ലാതെയുള്ള ലൈംഗിക ബന്ധത്തിൽ കൂടിയാണ് അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് എങ്കിൽ, ഇങ്ങനെയെല്ലാമുള്ള അവസരങ്ങളിൽ സ്ത്രീക്ക് ഗർഭഛിദ്രം അബോർഷൻ നടത്തേണ്ടത് ഒരു അനിവാര്യമായ ഘടകമാകുന്നു. ഇതിന് സ്ത്രീയെ സഹായിക്കുവാനാണ് രാജ്യത്ത് ഇങ്ങനെയൊരു നിയമം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ, ഇത് ഗർഭഛിദ്രം അല്ലെങ്കിൽ അബോർഷൻ എത്ര നേരത്തെ ചെയ്യുന്നു അത്രയും ആരോഗ്യത്തിന് നല്ലതാണ്. 24 ആഴ്ച വരെ ചെയ്യാം എന്ന് പറഞ്ഞത് പലപ്പോഴും കുട്ടിയുടെ അംഗവൈകല്യം 22ാമത്തെ ആഴ്ചയിലെ സ്കാനിങ് വഴി മാത്രമേ അറിയുന്നുള്ളൂ. അതുകൊണ്ടാണ് 22 ആഴ്ച കഴിഞ്ഞ് 23 24 ആഴ്ച വരെ ഇത് ചെയ്യാമെന്ന് നിയമം അനുശാസിക്കുന്നത്. പക്ഷേ പല കാരണങ്ങളും ഇതുകൊണ്ടല്ലല്ലോ, വേറെ പല കാരണങ്ങൾ കൊണ്ടാണ് MTP വേണ്ടി വരുന്നത്. അതുകൊണ്ട് ഒരു ഗർഭധാരണം നടന്നു കഴിഞ്ഞാൽ വേണ്ട എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് എത്രയും വേഗം കഴിയുന്നിടത്തോളം 6 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ചെയ്യുക. ഗർഭഛിദ്രത്തിനായിട്ട് മരുന്നുകൾ ഉപയോഗിക്കാം, ഓപ്പറേഷൻ ചെയ്യാം. പക്ഷേ കഴിയുന്നിടത്തോളം ഗർഭിണിയായിട്ടിരിക്കുന്ന അവസ്ഥയിൽ ഗർഭപാത്രത്തിൽ ഉപകരണങ്ങൾ നടത്തിയുള്ള D&C പോലുള്ള ഓപ്പറേഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഉപകരണങ്ങൾ കടത്തിയുള്ള ഓപ്പറേഷൻ വഴിയുള്ള അബോർഷൻ ഒഴിവാക്കേണ്ടതാണ്. അത് കാരണം ഈ സമയത്ത് എത്ര തന്നെ ശ്രദ്ധിച്ച് ചെയ്താലും, എത്ര അണുരഹിതമായ അന്തരീക്ഷത്തിൽ ചെയ്താലും അണുക്കൾ കടക്കാൻ സാധ്യതയുണ്ട്. ഇത് ജീവിതകാലം മുഴുവൻ വയറുവേദനയോട് കൂടിയ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് എന്ന രോഗം ഇവൾക്ക് നൽകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഗർഭധാരണത്തിൻ്റെ ആദ്യ ആഴ്ചകളിൽ കഴിയുമെങ്കിൽ 6 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ചെയ്യുവാൻ നോക്കുക. ഇനി ഇത് ചെയ്യുവാൻ ഇവർ എപ്പോഴും സമീപിക്കേണ്ടത് യോഗ്യതകളും പഠന യോഗ്യതകളും പരിചയസമ്പത്തുമുള്ള ഡോക്ടറെ തന്നെ വേണം. മാത്രമല്ല, നിയമാനുസൃതമായി രജിസ്ട്രേഷൻ എടുത്ത ലൈസൻസ് ഉള്ള ആശുപത്രികളുണ്ട്. അതായത് റെക്കോർഡ്സ് എല്ലാം കൃത്യമായി സൂക്ഷിക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇങ്ങനെയുള്ള സ്ഥലത്ത് ചെയ്താലേ സ്ത്രീക്ക് നിയമപരമായുള്ള സംരക്ഷണവും ആരോഗ്യപരമായ സുരക്ഷയും അബോർഷനിൽ നിന്ന് കിട്ടാൻ സാധ്യതയുള്ളൂ. ഇത്തരം കാര്യങ്ങൾ അറിയാൻ ഈ പേജ് ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക.